കാണാനില്ലടാ ചോപ്പേ വാടാ. ആഹാ ഇടയ്ക്ക് വെച്ച് വീഡിയോ ഒക്കെ കട്ടായി പോവാന്ന് പറഞ്ഞാലും ഭയങ്കര നമ്മൾ നേരത്തെ ഇട്ട ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഗ്രാനിയുടെ വീഡിയോ, അതിനും വലിയ വ്യൂസ് ഇല്ല. നമ്മൾ ഓഗിയെ വെച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിനും വ്യൂസ് ഇല്ല. റെഡ് ഗ്യാങ്ങും ബ്ലൂ ഗ്യാങ്ങും ഒക്കെ ചെയ്തത് അതിന് തീരെ വ്യൂസ് ഇല്ല. എടമനെ എന്താടാ നീ ഇവിടെയൊക്കെ? നീ ആരാണ്? എന്താണ് നിനക്ക് വേണ്ടത്? എനിക്കിത്തിരി പെട്രോൾ ആവശ്യമുണ്ട്, എൻ്റെ വണ്ടി കേടായിരിക്കുക. ആഹാ പെട്രോളാ? നിനക്കിപ്പോൾ പെട്രോൾ എന്തിനാടാ? ആഹാ നിങ്ങളിപ്പോൾ എന്താ പറയുന്നേ? എടാ ഒരു ആവശ്യമാണ് എനിക്ക്, ഇവിടുന്ന് വേഗം പോവാനാ. എൻ്റെ വീട്ടിലൊരു പയ്യൻ എന്നെ കാത്തിരിക്കുക, പാവം. ആ കാത്തിരുന്ന ഞങ്ങൾക്ക് എന്താ പെട്രോളാ? എടാ ഇവിടെ വല്ല പെട്രോൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവനെ എടുത്ത് കൊടുക്ക്, ഇവനെ ഇവിടുന്ന് വീട് വേഗം. ചേട്ടാ എനിക്കിവിടെ വേഗം പോകണം. ഇവിടെ ആരുടെ അടുത്തും സഹായം ചോദിക്കാനായിട്ട് ഒരു വണ്ടിയും ഇല്ല. സഹായം ചോദിക്കാൻ ഇവിടെ വല്ല വണ്ടി കാണോ? വല്ല ലിഫ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട്? ആ വണ്ടിയാ, ഇവിടെ ഒരു വണ്ടി വരും, അതിലൊരു ക്ലൗൺ ഉണ്ട്. പക്ഷെ അത് വിശ്വസിച്ച് കയറരുത്. എന്ത്? ആഹാ ക്ലൗണാ? എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ ക്ലൗണിനെ. ഞാനൊരു ധൈര്യശാലിയാണ്, ആര് കണ്ടാലും ഞാൻ നമ്മുടെ വണ്ടിയൊന്നും നിർത്തില്ല. ആ സത്യമല്ലേ? നീ ആര് കണ്ടാലും നീയല്ലേ വണ്ടി നിർത്തണ്ടേ? നീ സ്വന്തമായിട്ട് വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് കയറാതിരിക്കുക. വണ്ടിയിൽ കയറിയില്ലെങ്കിൽ അത് നിനക്ക് വേണ്ടി നല്ലതായിരിക്കടാ ഫ്രാങ്ക്ലിനെ. അല്ലെങ്കിൽ നീ ആ ജോക്കറിൻ്റെ കെളിയിൽ പെടും. ജോക്കറാ? തൽക്കാലം ഞാൻ നിനക്ക് ഇത്തിരി പെട്രോൾ തരാം, നീ പേടിക്കൊന്നും വേണ്ട. ഇച്ചിരി പെട്രോളിൻ്റെ ആവശ്യമല്ലേ, ഞാൻ നിനക്ക് തരാടാ പെട്രോൾ മോനെ. ശരി, നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്. ഈ നേരത്ത് നിങ്ങളൊക്കെ എന്നെ സഹായിച്ചതിന് വളരെ നന്ദിയുണ്ട് അപ്പൂപ്പ. ആ ഇവന് വേഗം പെട്രോൾ എടുത്ത് കൊടുകടാ. ശരി മോനെ, നീ എന്തായാലും ആര് ലിഫ്റ്റ് ചോദിച്ചാലും ആര് ലിഫ്റ്റ് തന്നാലും നീ കയറരുത്. ശരി, ഞാൻ കയറില്ല അപ്പൂപ്പ. ഇവിടെ ആരും വിശ്വസിക്കാൻ പറ്റില്ല, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല മോനെ. അവൻ എവിടെ ഉണ്ടായിരിക്കും. ആരിൻ്റെ കാര്യം നിങ്ങളിങ്ങനെ പറയുന്നത്? ആ ക്ലൗണിനോ? ഏത് ക്ലൗൺ? ഒരു ക്ലൗൺ ഇവിടെ ഉണ്ടാ മോനെ, അവൻ്റെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. ആഹാ പെട്രോൾ പെട്രോൾ. എടാ മോനെ എന്നാടാ പെട്രോള്? എന്നാ പെട്രോൾ എന്നാ. നന്ദിയുണ്ട്, വളരെ വളരെ നന്ദിയുണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പറഞ്ഞൊന്നും അറിയിക്കണ്ട നീ ഇപ്പോൾ തൽക്കാലം പെട്രോൾ പിടിക്കില്ല മോനെ, നീ പിടിച്ചോ. താങ്ക് യു അപ്പൂപ്പ, സഹായമൊന്നും മറക്കില്ല കേട്ടോ. പെട്രോൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്, നമുക്ക് ഓടുന്ന് വേഗം നൈസായിട്ട് മുങ്ങുന്നതാ നല്ലത്. ഓ എടാ ചോപ്പേ വാ വാ വാ, ചോപ്പ് വേഗം വാ. അവിടെ ഒരു ശബ്ദം കേട്ട്, അവിടെ ഒരു ശബ്ദം. ആഹാ ഇവിടെ ആരും ഇല്ലാലോ. ഇവിടെ ആരും ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്നാ ശബ്ദം കേൾക്കുന്നേടാ ചോപ്പേ. ഇതെന്തൊരുമായ. ആഹാ ഇതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ട്. ഓ ബ്ലഡ്. ഓ നിറച്ച് ചോരയാണ് കേസ്. ഇവിടേക്ക് എന്താ പറ്റിയേ? ഓ അയ്യോ എൻ്റെ ദൈവം, അവരുടെ ബോഡി പോലും കാണാനില്ല. ആഹാ ഇവിടെ അവരുടെ ബോഡി പോലും ഇല്ല കേസ്. ശേഷം ഇവിടെ ചോരയുണ്ട്. ആരോ അവരൊക്കെ തീർത്തു എന്നാ തോന്നുന്നത്. അയ്യോ ഇത്രയും നേരം ഇവിടെ വല്ല കാട്ടുമൃഗമാണോ ചോപ്പേ? ഇവിടുന്ന് നൈസായിട്ട് മുങ്ങിക്ക്. ഇതെന്തായാലും വളരെ ക്രൂരമായിട്ട് കൊന്നതാന്നാ തോന്നുന്നേ. കണ്ടില്ലേ, ഭിത്തിമൊക്കെ അടിച്ച് ചതച്ചിട്ടുണ്ടല്ലോ. ഓ എടാ ചോപ്പേ വേഗം പോവാ അവിടുന്ന്, വേഗം ഓടിക്കോ ഇവിടുന്ന്, എങ്ങനെയും ഓടി ഓടി രക്ഷപ്പെടറാ. അയ്യോ ആ ഷിൻചാൻ അവിടെ ഒറ്റയ്ക്ക്. അതുമാത്രമല്ല നമ്മുടെ കാര്യം തീരുമാനമാവും. എടാ ചോപ്പേ വേഗം വേഗം വാടാ. നീ ഇങ്ങനെ അരിച്ചരിച്ച് വരെടുത്ത് വേഗം വേഗം പോ, ഇവിടുന്ന് മുങ്ങിക്കോ വേഗം. ആഹാ പെട്രോൾ തരുന്ന ആൾക്കാരെയും വളരെ ക്രൂരമായിട്ട് ആ ജോക്കർ കൊന്നു. നമുക്കൊന്നുകൂടി പോയി നോക്കാം, അവിടെ നമുക്ക് എന്തെങ്കിലും വല്ല സഹായം കിട്ടുമോ നോക്കാം. ആ നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്, വാ നമുക്ക് വേഗം എങ്ങനെയെങ്കിലും പെട്രോൾ ഒഴിച്ച് വേഗം ഇവിടുന്ന് മുങ്ങാം. ആഹാ എടാ വേഗം ഒഴിക്കടാ ഫ്രാങ്ക്ലിനെ, അല്ലെങ്കിൽ നമ്മൾ ഇനി ചാവുകടാ. ഫ്രാങ്ക്ലിനെ ഒഴിക്കി. ആഹാ എനിക്ക് ഒഴിക്കാൻ പറ്റുന്നുണ്ട്. ഒഴുക്കി വേഗം ഇവിടുന്ന് മുങ്ങണം. അപ്പാപ്പന്മാരുടെ കോലം കണ്ടിട്ട് എനിക്ക് ആഹാ ബ്ലഡാ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലഡ് എങ്ങനെയാ വരാൻ സാധ്യത? ഇതിപ്പോൾ ഇവിടെ ആരാ കൊന്നേ? ആഹാ നിറച്ച് ബ്ലഡാണ് കേസ് ഇവിടെയൊക്കെ നിറച്ച്. ഇന്ന് വണ്ടി ഓടില്ല എന്നാ തോന്നുന്നത്. എന്താ? ആഹാ ഒന്നുമില്ല എന്നാ തോന്നുന്നത്. എനിക്ക് പേടിയാവുന്നുടാ ചോപ്പേ. നമ്മളിനി എന്താ ചെയ്യാ ചോപ്പേ? എടാ ചോപ്പേ ആഹാ അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. ലിഫ്റ്റ് ചോദിച്ചാലാ? വേണ്ട, അപ്പൂപ്പൻ പറഞ്ഞത് ലിഫ്റ്റ് ചോദിക്കണ്ടെന്നല്ലേ.
ആഹാ, അവിടെ നിന്ന് ഒരു വണ്ടിയല്ലേ വന്നിരിക്കുന്നേ. നിൽക്ക്. ഏ, എടാ മന്നെ, എടാ മന്നെ. ആഹാ, നിങ്ങൾ ആരാണ്? എൻ്റെ പേരൊന്നും ഞാൻ എന്തിനാടാ പറയുന്നവനെ? ഞാനൊരു അജ്ഞാതൻ, എനിക്കൊന്നും അറിയില്ല. ഞാനൊരു അപരിചിതൻ. നീ കയറുന്നു എൻ്റെ വണ്ടിയിൽ. നിങ്ങളെ കണ്ണെന്താ ഇങ്ങനെ തിളങ്ങുന്നേ? കണ്ടിട്ട് മനുഷ്യൻ്റെ ലുക്കൊന്നും ഇല്ലല്ലോ. ആരാ നിങ്ങൾ? സത്യം പറയും, ഞങ്ങളിവിടെ പെട്ടിരിക്കുകയാണ്. ഞങ്ങളൊന്ന് ലിഫ്റ്റ് തരാമോ? ആരും ചോദിച്ചാലും ലിഫ്റ്റ് തരരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ ആൾക്കാർ? പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങൾ കുഴപ്പമില്ലെന്നാ തോന്നുന്നേ അല്ലേ? ആടാ മോനെ, ഞമ്മളൊക്കെ പാവങ്ങളാ. നീ കേറ്, നീ കേറിടാ മോനെ. നീ വണ്ടിയെ കേറ്. ഞാൻ നിന്നെ കണ്ടു വിടാടാ. അത് പിന്നെ ഞാൻ വണ്ടിയിൽ കയറുന്നോ? കേറിക്കോ കേറിക്കോ. നീ ആരെയാ പേടിക്കുന്നേ? നീ വണ്ടിയിൽ കയറിക്കോ. പട്ടിരി കൂടി വണ്ടിയിൽ കയറ്റി നല്ല ബുൾസൈ ഉണ്ടാക്കാലോ. നല്ല ബുൾസൈ ഉണ്ടാക്കാലോ. വീട്ടിൽ പോയിട്ട് ഞാൻ ഉണ്ടാക്കും ബുൾസൈ, നിനക്ക് തരാട്ടോ. കേറ് കേറ്. ആഹാ, നിങ്ങൾ എന്തൊക്കെ പറയുന്നു? ബുൾസൈ ഉണ്ടാക്കാമെന്നോ? എൻ്റെ പട്ടിയെ വെച്ചോ? അത് പിന്നെ ഞാൻ അറിയാതെ പറഞ്ഞതാ. നിനക്ക് പട്ടിയൊക്കെ ഉണ്ടല്ലേ, അവനെ വണ്ടിയിൽ നിന്ന് വേഗം എടുക്ക്. ബബ്ബോ, എനിക്ക് ഇയാളെ കണ്ടിട്ട് സംശയം തോന്നാ. ഫാമിലി ബൈ, നമുക്ക് പോണോ? ആഹാ, നീ എന്തിനാടാ പേടിക്കുന്നേ? ഇവരൊരു സഹായം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അപ്പൂപ്പൻ പറഞ്ഞത് ഓർമ്മയുണ്ട് ഫാമിലി ബൈക്ക്? ഞാനൊന്നില്ല. നീ വരുന്നോ? ഞാൻ നിന്നെ വരുത്തണോ? വാടാ ചോപ്പേ. ആ, നമുക്ക് പോവാം. അല്ല മോനെ, നല്ല അൽഫാം ഉണ്ടാക്കണ്ട. അൽഫാം കഴിക്കേണ്ടതാന്നാ പറഞ്ഞേ? ഓഹോ, എൻ്റെ വായിന്നാണെങ്കിൽ ഇങ്ങനെയൊക്കെ കേൾക്കാം. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ? നിങ്ങൾ സത്യം പറഞ്ഞ മനുഷ്യൻ തന്നെയാണോ, അല്ലെങ്കിൽ വല്ല മൃഗവും? എടാ ലിഫ്റ്റ് തരുന്നുണ്ടല്ലോ നിനക്കൊക്കെ, മൃഗമെന്നാ? ബബ്ബോ ഫാമിലി ബൈ, എനിക്ക് നിനക്കോ? നീ മിണ്ടാണ്ടിക്ക്. ഒരു വഴിക്ക് രണ്ട് പക്ഷിയായില്ലോ. കഴിക്കാൻ നല്ല ഉഷാലായപ്പോൾ ഈ പട്ടിയെ ഞാൻ അടിമയാക്കും. ഈ ഫ്രാങ്ക്ലിനെ ഞാൻ തിന്നും. ആഹാ, നിങ്ങൾ എന്തെങ്കിലും ചിരിക്കാണോ? ആഹാ, അത് പിന്നെ എനിക്ക് ചിരി വന്നിട്ടാ മോനെ ഞാൻ ചിരിക്കുന്നത്. നിങ്ങളുടെ ചിരിച്ച മുഖമാണല്ലോ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാ ചിരിച്ചിട്ടാണോ ഇരിക്കുന്നത്? ആഹാ, അത് പിന്നെ നമ്മളങ്ങനെ ചിരിക്കും. ഹിഹി. ആഹാ, വേഗം അവിടെ എത്തിയിട്ട് വേണം ഇവന്മാരെ എടുത്ത് നല്ല ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഹിഹി, ബീഫില്ലെങ്കിൽ എന്താ, ഫ്രാങ്ക്ലിൻ്റെ നല്ല ഇറച്ചിയുണ്ടല്ലോ. ആഹാ, വീട്ടിലെത്തിയില്ല മോനെ. നമ്മൾ എത്തി നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. ഇതാണോ നിങ്ങളുടെ വീട്? ഇതൊരു ഗാരേജ് അല്ലേ? ആ, ഞാൻ ഗാരേജിൻ്റെ ഷോപ്പിൻ്റെ ഓണറാ. ഇറങ്ങി വാടാ. നിന്നൊക്കെ പറ്റിച്ചല്ലടാ ഞാൻ. ആഹാ, നിങ്ങൾ എന്താ ചതിയാ ചെയ്യുന്നേ? ഇതിന് നീ കുറെ അനുഭവിക്കേണ്ടി വരും. നീ ഫ്രാങ്ക്ലിനെ പിടിച്ചു വെച്ച് നോക്കുന്നേ. നിന്നെ ഞാൻ എടാ അനങ്ങാതിരിക്കടാ. നിന്നെ തിന്നു ഞാൻ ഇന്ന്. നിന്റെ രക്തത്തെ കുടിച്ച് ഞാൻ തണ്ടവമാടുവേ. നിന്നെ പിടിച്ച് ഞാൻ കൊണ്ടുപോയി തിന്നുമെടാ. പുഴുങ്ങി. അയ്യോ, ഇയാൾ എന്തൊക്കെയാ ചെയ്യുന്നേ? നിന്റെ പട്ടി എൻ്റെ കസ്റ്റഡിയിലാടാ. ഇനി അവൻ എൻ്റെയാണ്. അവനെ ഞാൻ എൻ്റെ വശത്താക്കാൻ ഇത്തിരി നേരം മതി എനിക്ക്. ഇറക്കി വിടറാ പട്ടി. എടാ പട്ടി. എന്നെ പട്ടിയെന്നാ? നിന്റെ പട്ടി ഉണ്ടല്ലോടാ, അതിന് പോയി വിളിക്കടാ പട്ടിയെന്ന്. വാടാ. നിന്നെ കടിച്ച് മുറിച്ച് തിന്നും ഞാൻ. ഇനി പട്ടി എൻ്റെ വകയാടാ. ബബ്ബോ, പെന്നി വൈസാർ, ഞാൻ നിങ്ങളുടെ കൂടെയാണ് ഇനി മുതൽ. ആ പട്ടിയുടെ ഓർമ്മയൊക്കെ പോയി. ഇനി അവൻ നീ ആരാന്ന് പോലും അവനറിയില്ല. അവനെ ഞാൻ എൻ്റെ കൺട്രോളിലാക്കിയടാ മോനെ. നിന്നെ എനിക്ക് കൺട്രോളിലാക്കാൻ അറിയാതില്ല. നിന്റെ പോലത്തെ സ്വഭാവമുള്ള മനുഷ്യനെ എനിക്ക് കൺട്രോളിലാക്കാൻ പറ്റുന്നില്ല. എടാ വിടറാ. നിനക്കെന്തോ ഒരു ശക്തിയുണ്ട്, അതുകൊണ്ടായിരിക്കണം. തിരക്കിട നിന്നെ ഞാൻ നിറച്ചിയാക്കി തിന്നുമെടാ. നല്ല ചിക്കൻ ബിരിയാണി എനിക്ക് കിട്ടുമെടാ. ആഹാ, അവിടെ കുറെ കോഴിയൊക്കെ കൊന്നിട്ടുണ്ടല്ലോടാ. നീ എന്താടാ കാണിക്കുന്നത്? എടാ, കോഴിയെ കൊന്നുകയെന്ന് വെച്ചാൽ വലിയ കാര്യം എന്നുള്ള കാര്യമല്ല. അത് തിന്നാനുള്ളതാ മനുഷ്യന്. നിന്നെ തിന്നാൻ പോവാ ഞാൻ. കോഴിയെ തിന്ന് മടുത്തു. എവിടെ എൻ്റെ അരിവാള്? വെട്ടി അരിയാൻ വേണ്ടിയിട്ട് കാണാനല്ലോ. ആഹാ, പറ്റിയ സമയം. ഒന്നും കാണാനില്ല. എനിക്ക് കലിപ്പടക്കുന്നു. ആരാടാ വീഡിയോ ലൈക്ക് ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്യാത്തതും? ചോപ്പേ, അവനെ ഞാൻ വീട്ടിൽ പോയി തിന്നും. വീഡിയോ കാണുന്നു പോലുമില്ല.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതൊരു കാര്യമല്ലേ ബെന്നി വൈസാറേ? അതെ അതെ അതെ, ഇവൻ്റെ വീഡിയോസ് ആരും സബ്സ്ക്രൈബും ഇല്ല, ലൈക്കും ഇല്ല. ഞാൻ പറയുമല്ലേ, എൻ്റെയിലും വീഡിയോ ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്. എന്നെ പോലത്തെ പ്രേതങ്ങളുടെ വീഡിയോ കണ്ട് രസിച്ച് അവസാനം ലൈക്കും സബ്സ്ക്രൈബും ഒന്നുമില്ലാന്നോ? ഇതൊക്കെ ഞാൻ കൊന്നിട്ടവരാ. ഇവരെയൊക്കെ ഞാൻ ഇറച്ചിയാക്കി തിന്നാൻ വെച്ചതാ. ഇവരിനൊന്നും ഇറച്ചി എനിക്ക് പിടിച്ചില്ല, കാരണം ഇവർ മരിച്ചില്ല ഓൾറെഡി. മരിക്കാത്തവൻ്റെ ഇറച്ചി വേണം, മരിക്കുന്നേക്കാളും മുപ്പാടെ അവൻ്റെ ഇറച്ചി എനിക്ക് കഴിക്കണം. അങ്ങനെ ഈ വീഡിയോ കഴിയാണ്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക.